ഈ വെക്കേഷനിൽ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ജിലേബി ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് 1 കപ്പ് ഉഴുന്ന് ഞാൻ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 6 to 7 മണിക്കൂർ കുതിർത്ത് മാറ്റി വയ്ക്കാം. കുതിർന്നതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതാ ഉഴുന്ന് ഒരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി ജിലേബിക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് സിറപ്പ് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 3/4 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒരു സിറപ്പ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ. അത് ഇങ്ങനെ കയ്യിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നൂൽ പരുവത്തിൽ കിട്ടണം കേട്ടോ. അതാണ് അതിൻ്റെ ശരിയായ കൺസിസ്റ്റൻസി. ഞാൻ ചെറിയ രീതിയിൽ ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് നമ്മുടെ ഉഴുന്നിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളമായി പോകരുത്. അതായത് ഇതുപോലെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതാ ഒരു പൈപ്പിംഗ് ബാഗാണ് നമുക്ക് വേണ്ടത്. പൈപ്പിംഗ് ബാഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മിൽമേഡോ എന്തെങ്കിലും പാൽ കവറാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. പൈപ്പിംഗ് ബാഗ് ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പൈപ്പിംഗ് ബാഗിൽ ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് മോൾ ഭാഗം ഒന്ന് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഇടണം കേട്ടോ താഴ്ഭാഗത്ത്. ഇനി ഇതാ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ചൂടായിട്ടുള്ള പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഒരുപാട് എണ്ണ ചൂടാവരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് ജിലേബിയുടെ ഷേപ്പിലൊന്ന് ചുറ്റിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് എണ്ണ ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉഴുന്ന് മിക്സ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ അതിങ്ങനെ സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോഴത്തേനും അത് ജസ്റ്റ് ഒന്ന് ഒരു തവ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ വേണം എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്. സോഫ്റ്റ് ആയിട്ടുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കരുത് കേട്ടോ. ക്രിസ്പി ആയതിനു ശേഷം എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഇട്ടത് ചൂടോടുകൂടി തന്നെ ഇതിലെ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതുപോലെ തന്നെ സെക്കൻഡ് സെറ്റും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സെറ്റും കൂടെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. 1 കപ്പ് ഉഴുന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 to 22 ഇങ്ങനെയുള്ള മീഡിയം സൈസിലുള്ള ജിലേബി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.